മോർണിംഗ്. സോ ടൈം ഇപ്പോൾ ആക്ച്വലി 10 മണിയായി. നമുക്ക് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങാം. നമുക്കപ്പം പോയിട്ട് വെള്ളം റീഫിൽ ചെയ്യണം, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പെട്ടെന്ന് വരാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇന്നലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പോലെ ടൈം ടേബിൾ ഇട്ടത്, പക്ഷേ എഴുന്നേറ്റത് 10 മണിക്കാണ്. എനിക്കറിയാം ഇങ്ങനെ സംഭവിക്കുമെന്ന്, ബട്ട് നമ്മൾ തളരരുത്. 10 മണിക്ക് നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയെങ്കിലും ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫില്ല് ചെയ്യാൻ നോക്കാം. സോ 1 അവർ നമ്മൾ ദ്രവ്യം നോക്കി. പിന്നെ ഒരു എക്സാം ഉണ്ടായിരുന്നു, ഇന്ന് ഡെയിലി എക്സാം, അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് KC ആണ് നോക്കാനുള്ളത്. സോ തുടങ്ങാം. KC നമ്മൾ 3 അവേഴ്സ് നോക്കി. ഇനി നോക്കാനുള്ളത് ഷാലാക്കിയാണ്. സോ അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം, ചായ കുടിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. നമുക്ക് ഷാലാക്കിയാണ് നോക്കാനുള്ളത്. ഞാൻ വിചാരിക്കുന്ന ഒരു 3 അവേഴ്സ് നോക്കാം, തീരുമായിരിക്കും. 3 അവേഴ്സ് ഇരിക്കാൻ പറ്റുമോ എന്നറിയില്ല. ലെറ്റ്സ് സീ. നമ്മൾ ഷാലാക്കി നോക്കിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നോക്കാനുള്ളത് റിവിഷൻ സെറ്റാണ് ഉള്ളത്. 2 റിവിഷൻ സെറ്റ് ഉണ്ട്, പക്ഷെ അതിന് സമയം എത്തുമോയെന്ന് അറിയില്ല. കുറച്ച് നേരം ബ്രേക്ക് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി നമുക്കിനി 4 അവേഴ്സ് കൂടെ പഠിക്കാനുണ്ട്, എന്നാലേ നമ്മൾ ഇന്നത്തെ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷെ ഇപ്പോൾ ഓൾറെഡി നല്ല ലേറ്റായി. സോ ഇനി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷെ എനിക്ക് മാക്സിമം കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഞാൻ 4 അവറിൻ്റെ ടൈമർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും മാക്സിമം തീർക്കാൻ നോക്കാം നമുക്ക്. ആക്ച്വലി നമ്മൾ 4 അവേഴ്സിന് ടൈമർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 അവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 2 അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. പക്ഷേ 2 അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എനർജി എനിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 1 അവർ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം, ബാക്കി നമുക്ക് നാളെ നോക്കാം. സോ നമ്മൾ 1 അവർ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഉറങ്ങാൻ എന്തായാലും 1 അവർ ബാക്കിയുണ്ട്, പക്ഷെ ഇന്നെന്തായാലും നടക്കില്ല. നാളെ എണീക്കലുണ്ടാവില്ല പിന്നെ. സോ ഗുഡ് നൈറ്റ്.